പ്രമാണങ്ങൾ. യാ അയ്യുഹല്ലദീന ആമനു അത്തിഉല്ലാഹ വഅത്തിഉർ റസൂല വഉലിൽ അംരി മിൻകും ഫഇൻ തനാസഅതും ഫീ ശൈഇൻ ഫർദൂഹു ഇലല്ലാഹി വറസൂലി ഇൻ കുൻതും തുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിരി ദാലിക ഖൈറുൻ വഅഹ്സനു തഅ്വീല. വല്ലാത്തൊരു വാക്ക്. 4-ാം അധ്യായം സൂറത്തുൽ നിസാ 59-ാമത്തെ വചനം. സുന്നി പരിഭാഷയിൽ നാം വായിക്കുന്നത്, സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും നിങ്ങളിൽ നിന്നുള്ള അധികാരസ്ഥന്മാരെയും അനുസരിക്കുക. ഇനി വല്ല വിഷയത്തിലും നിങ്ങൾക്ക് ഭിന്നാഭിപ്രായ വ്യത്യാസമുണ്ടായാൽ അത് അല്ലാഹുവിങ്കലേക്കും റസൂലിലേക്കും മടക്കുക. നിങ്ങൾ അല്ലാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നവരാണെങ്കിൽ കണ്ടോ, നിബന്ധന വെച്ചു അല്ല ഖുർആനിലേക്കും സുന്നത്തിലേക്കും മടക്കുക. പരലോകത്തിൽ വിശ്വാസം ഉള്ളവരാണ്. അടിവരട്ടോ, എന്ത് ഖുർആനിലുണ്ടോ എന്ന് ചോദിക്കാരാ? അത് പരലോകത്തിൽ വിശ്വാസമുള്ളവരാണ്. അള്ളാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുന്ന ഇമാം ഷാഫി ചെയ്തോ നല്ല ചോദിക്കുക, ഇമാം ഹനഫി ചെയ്തോ നല്ല ചോദിക്കുക. ഖുർആനിലുണ്ടോ സുന്നത്തിലുണ്ടോ? അത് കുറഞ്ഞോനോ ഓൻ പാളക്കിതാബിലുണ്ടോ? മൊയ്ലിയാരി ചെയ്തോ, ഉസ്താദി ചെയ്തോ, കസ്തല്ലാനി ചെയ്തോ, എന്നാള് സുയൂത്തി ചെയ്തോ, ഇന്ന് ഹോജ ചെയ്തോ? ഞങ്ങൾ അങ്ങനല്ല പറയുന്നത്. ഖുർആനിലുണ്ടോ എന്ന് ചോദിക്കുന്നത് പരലോകത്തിൽ വിശ്വാസമുള്ളവരാണ്. അല്ലാഹു പറയുന്നത്, ഇൻ കുൻതും നിങ്ങളാണോ തുഅ്മിനൂന ബില്ലാഹ് അല്ലാഹുവിൽ വിശ്വസിക്കുന്നത് ബടായി പറയുന്നവരാണോ, വൽ യൗമിൽ ആഖിരി അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നു എന്ന് വാദക്കാരാണോ നിങ്ങൾ? എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ? ഖുർആനിലേക്ക് മടക്ക്, സുന്നത്തിലേക്ക് മടക്ക്. തീർന്നില്ല. ദാലിക ഖൈറുൻ, അതാ അങ്ങക്ക് നല്ലത്, അതാ ഉത്തമമായ പര്യവസാനം. ഇനി ഇതിനെ പരിഭാഷപ്പെടുത്തിക്കൊണ്ട് KV മുഹമ്മദ് മുസ്ലിയാർ കുട്ടനാട്, സുന്നി പബ്ലിക്കേഷൻ സെന്റർ ആട്ടോ, സുന്നി വഹാബി പബ്ലിക്കേഷൻ സെന്റർ അല്ല. മുഖവിലൊക്കെ എടുക്കണം. നിങ്ങളെ തന്നെ തള്ളിക്കളയുന്ന ഒരു അവസ്ഥ വരരുത്. നിങ്ങളെ തന്നെ മറന്നു പോകുന്ന ഒരു അവസ്ഥ വരരുത് കേട്ടോ. എന്താ പറയുന്നത്? പേജ് നമ്പർ 580. പേജ് നമ്പർ 580. സത്യവിശ്വാസികൾ, ഇതാണ് മാനദണ്ഡം. ഞങ്ങളുടെ മാനദണ്ഡം ഇതാ. ഒന്നാമതായി അനുസരിക്കേണ്ടത് അല്ലാഹുവിനെയാണ്, അഥവാ അവന്റെ ഖുർആനിനെയാണ്. ഇത് KV മുഹമ്മദ് മുസ്ലിയാർ പറയണ, മനസ്സിലായോ? മുജാഹിദുകൾ പറയണല്ല. അതായത് ഒന്നാമത്തേത് അല്ലാഹുവിന്റെ കിതാബായ ഖുർആനിൽ പറഞ്ഞ പ്രകാരം നടക്കണം. എങ്ങനെ നടക്കണോ? ഉസ്താദ് പറഞ്ഞ പോലെ നടക്കാനല്ല, അല്ലാഹ് ഖുർആനിൽ പറഞ്ഞ പോലെയാണ് ഒന്നാമതായി നടക്കേണ്ടത്. രണ്ടാമത്തേത് നബിയുടെ സുന്നത്ത് കൊണ്ട് സ്ഥിരപ്പെട്ടതാണെങ്കിൽ അത് സ്വീകരിക്കണം. എങ്ങനെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് കൊണ്ട് സ്ഥിരപ്പെടുക. വല്ലാത്തൊരു പ്രയോഗമാണ് KV പ്രയോഗിച്ച്. നിങ്ങൾക്ക് രക്ഷല്ല, സ്ഥിരപ്പെടണം, ദുർബലമാകരുത്, ലൈഫാകരുത്. എങ്കിൽ അതും സ്വീകരിക്കുക. എന്നിട്ടോ ഖുർആനിൽ അത് കാണുന്നില്ല എന്ന കാരണം പറഞ്ഞ് തള്ളിക്കളയാൻ പാടില്ല. അതാണ് നബി അനുസരിക്കൽ. അപ്പൊ രണ്ട് കാര്യം ഉറപ്പായി. ഒന്ന്, ഖുർആനിൽ നോക്കിയിട്ട് അതിനനുസരിച്ച് നടക്കണോ, ജീവിക്കണം. രണ്ട്, റസൂലിന്റെ സ്ഥിരപ്പെട്ട സുന്നത്ത്. എന്താ KV അങ്ങനെ പറയാൻ? ഇച്ചിരി പടച്ചോന് പേടിയുണ്ടായിരുന്നു. ഇന്നത്തെ പുതിയ ആളുകൾക്ക് അത് കുറഞ്ഞു വരികയാണ്. അത് ഞാൻ പറഞ്ഞു തരാം നിങ്ങൾക്ക്. പഴയ ആളുകൾക്ക് കുറച്ചൊക്കെ ഉണ്ടായിരുന്നു. ശിർക്ക് ഉണ്ടായിരുന്നു, കുഫർ ഉണ്ടായിരുന്നു, ബിദ്അത്ത് ഉണ്ടായിരുന്നു. അതോടൊപ്പം പടച്ചോന് പേടിയുണ്ടായിരുന്നു. പടച്ചോനെ കുറച്ചൊക്കെ അവര് പേടിച്ചിരുന്നു. അതുകൊണ്ട് അവര് സൂക്ഷിച്ചു വർത്താനം പറഞ്ഞു. സ്ഥിരപ്പെട്ട ചര്യ. എന്തേ അങ്ങനെ മലയാളത്തിലൊരു പദം അങ്ങനെ പ്രത്യേകം ഉപയോഗിക്കാൻ? സ്ഥിരപ്പെടാത്ത ഒരുപാട് കാര്യം നബീന്റെ പേരിൽ ഇവിടെ പറയുന്നുണ്ട്. അത് സ്വീകരിക്കരുത് എന്നുള്ളത് കൊണ്ടാണ്. വളരെ വ്യക്തം. ഇത് ഞങ്ങള് സുന്നി പരിഭാഷ എന്നാണ് ഇത്രയും സമയം അവലംബിച്ചത്. തീർന്നില്ല. തെളിവുകളുടെ ബലാബലങ്ങൾ നോക്കുമ്പോ തീർച്ചയായും ഈ വിഷയത്തിലൊക്കെ അല്പം ഗൗരവമായ ചർച്ചയിലേക്ക് പോകണം. ഇനിയോ വിശുദ്ധ ഖുർആൻ 5-ാം അധ്യായം സൂറത്ത് മാഇദ 104-ാമത്തെ വചനം, വിശുദ്ധ ഖുർആൻ 8-ാം അധ്യായം 24-ാമത്തെ വചനം. വളരെ വ്യക്തമാണ്. 2 ആയത്തുകൾ ഓതി കേൾപ്പിച്ചുതരാം. വിഷയബാഹുല്യം ഒരു ബഹറാണ്, സപ്തസാഗരമാണ്. നേരം പുലർന്നവരെ സംസാരിച്ചാൽ തീരോ? റസൂലിനെ കുറിച്ച്, ലോകാനുഗ്രഹിയായ പ്രവാചക തിരുമേനിയെ കുറിച്ച്, ആകാശത്തിന്റെ ചുവട്ടിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമയെ പോലെ ഒരു നേതാവിനെ ലോകം കണ്ടിട്ടുണ്ടോ? മുമ്പ് കണ്ടിട്ടുണ്ടോ? ശേഷം കണ്ടിട്ടുണ്ടോ? ഇനി കാണുമോ? അങ്ങനെ ഒരു മഹാനെ കുറിച്ച്, അദ്ദേഹത്തെ ഹുബ്ബ് വെക്കുന്നതിനെ കുറിച്ചുള്ള മഹാചർച്ചയുടെ സംഗമ വേദിയിലാണ് ഞാനും നിങ്ങളും ഉള്ളത്. ഇവിടെ എന്റെ ആദ്യത്തെ മുഖവുര ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഖുർആൻ, സുന്നത്ത്, അതനുസരിച്ച് വേണം ഏതൊരു കാര്യം തീരുമാനിക്കാൻ. ഇന്ന് KV മുഹമ്മദ് മുസ്ലിയാർ അല്ല, അങ്ങ് ഉസങ്കടിയിൽ വെച്ച് ഏത്
മഖ്ദൂമി തങ്ങൾ എന്ന് ഉസ്താദ് ചോദിച്ച പോലെ ഏത് കേവി എന്ന് നിങ്ങൾ ചോദിക്കണേ, ഞങ്ങൾക്ക് രക്ഷയില്ല. ഓരോരുത്തരെയും ഓരോ ദിവസം തള്ളുകയാണെങ്കിൽ ഏത് സദഖത്തുള്ളാന്ന് ചോദിച്ചില്ലേ തലശ്ശേരി അല്ലേ? ശ്രീ ജമാഅത്ത് സംവാദത്തിൽ ഏത് സദഖത്തുള്ള അതൊക്കെ ഉസ്താദിനെ കണ്ടുപഠിച്ച. അപ്പുറത്ത് ഉസ്താദ് ചോദിച്ചു ഏത് പൊന്നാനി ഏത് മഖ്ദൂമി തങ്ങൾ എന്ന് ചോദിച്ചില്ലേ? ആ ചോദ്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ നിങ്ങളോട് രക്ഷയില്ല. ഞങ്ങൾ നിങ്ങൾക്ക് ആയത്ത് ഉദ്ധരിച്ചെന്ന് നിങ്ങൾ വിശ്വസിച്ചില്ല, ഹദീസ് ഞങ്ങൾ പറഞ്ഞു നിങ്ങൾ വിശ്വസിച്ചില്ല, വലിയ വലിയ പണ്ഡിതന്മാർ പറഞ്ഞു ഞങ്ങൾ നിങ്ങൾക്ക് ഉദ്ധരിച്ചെന്ന് നിങ്ങൾ വിശ്വസിച്ചില്ല. അപ്പൊ നിങ്ങളെ കൂടെ ജീവിച്ചവരെങ്കിലും ഉദ്ധരിച്ചിട്ട് അതും നിങ്ങൾ കേൾക്കുന്നില്ലെങ്കിൽ നിങ്ങളോട് ആരുതാ പറയേണ്ടത്? നിങ്ങളോട് എന്താ പറയേണ്ടത് എന്ന് പറഞ്ഞാലേ നിങ്ങൾക്ക് മനസ്സിലാവുക. അവിടെ നിങ്ങൾ ഖുർആനിലെ 2 ആയത്തോടെ കേട്ടോ, മനസ്സിലാക്കിക്കോ. ആയുസിനിടയിൽ നിങ്ങൾ ഉസ്താദുമാരെല്ലാരും കൂടി പ്രസംഗിച്ചിട്ടും നിങ്ങൾക്ക് ഈ ജാതി ആയത്ത് കേൾക്കാൻ സൗഭാഗ്യം ഉണ്ടാവില്ല, ഇത്ര ആയത്ത് കേൾക്കാനും സൗഭാഗ്യം ഉണ്ടാവില്ല. മനസ്സിലായോ? അതുകൊണ്ട് ഇതൊരു സൗഭാഗ്യമാണ്, ഇതൊരു അനുഗ്രഹമാണ്. ഖുർആനിന്റെ വചനങ്ങൾ അനവരതം തുടരുന്ന മഹാസാഗരത്തിൽ ആർത്തിരമ്പുന്ന തിരമാലകളെ പോലെ അള്ളാഹുവിന്റെ വചനത്തിന്റെ മുമ്പിൽ നിങ്ങൾ പഞ്ചപുച്ഛമടക്കി നിൽക്കണം. അത് വിനയമാണ്. അതെ, വാരിദീത്തിനിൽ തിരമാലകൾ എന്ന പോലെ പദാവലി തോന്നണം. ഖാലേ ഖാലേ എന്ന് പറഞ്ഞ പോലെ ഒരു തിരയുടെ മേത മറ്റൊരു തിര വരുന്ന പോലെ അള്ളാഹുവിന്റെ വചനങ്ങൾ. വൈദാ ഖീല ലഹും തആലൂ ഇലാ മാ അൻസലല്ലാഹു വഇലാ റസൂലി ഖാലൂ ഹസ്ബുനാ മാ വജദ്നാ അലൈഹി ആബാഅനാ അവലൗ കാന ആബാഉഹും ലാ യഅലമൂന ശൈഅൻ വലാ യഹ്തദൂൻ. ആയത്തോർക്കണം, 921 ശേഷമുള്ള നിങ്ങളെ ഖുർആനിൽ കോടിക്കൽ എന്നൊരു സ്ഥലത്ത് മുജാഹിദുകൾ ആദ്യമായിട്ട് പള്ളി വെക്കുന്നതിന്റെ തൊട്ട് ബാക്കിലുള്ള ദിവസത്തിൽ പേരോട് പ്രസംഗിക്കാൻ വന്നു. ഭാഗ്യത്തിന് അന്ന് എന്റെ ഓർമ്മ അത് ഫ്രഷ് ആകാൻ കാരണം കോടിക്കൽ പുതിയ പള്ളി ഉണ്ടാക്കിയതിനു ശേഷം കുറച്ചു കാലം ഞാൻ ഖുത്ബ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് അവിടെ വന്നിട്ട് ഇയാൾ പറയാ മുജാഹിദുകൾക്ക് അല്ലല്ല, മുജാഹിദുകൾക്ക് റസൂലില്ല. ഒരു ബഡായും കൂടി മൂപ്പര് പറഞ്ഞു, മുജാഹിദുകളുടെ കയ്യിലുള്ള ഖുർആൻ നമ്മളെ കയ്യിലുള്ള ഖുർആൻ അല്ല. അതുകൊണ്ട് നിങ്ങളെ കയ്യിലുള്ള ഖുർആൻ അയൽനാട്ടോ വായിക്കണേ എല്ലാം മനപ്പാടാക്കിയാ പറയുന്നത്. നിങ്ങളെ തഫ്സീർ നിങ്ങൾ കൊടുത്തിട്ടുള്ള മലയാള പരിഭാഷയിൽ അല്ലാഹ് നോക്കൂ, പറയപ്പെട്ടാൽ നിങ്ങൾ വരൂ. എങ്ങോട്ട് മദ്ഹബിലേക്കാ? അല്ല. നാട്ടാചാരത്തിലേക്കാ? അല്ല. ഷഹ്റേ മുബാറക്കിലേക്കാ? അല്ല. പിന്നെ അല്ലാഹ് അവതരിപ്പിച്ചതിലേക്ക് വരൂ. റസൂലി അല്ലാഹ് അവതരിപ്പിച്ചതിലേക്ക് വരൂ എന്ന് പറഞ്ഞിട്ട് അവിടെ അവസാനിച്ചോ? ഇല്ല. ചേകന്നൂര് മതി എന്ന് അവസാനിച്ചോ? ഖുർആൻ മതി എല്ലാം കഴിഞ്ഞ് എന്ന് അല്ലാഹ് പറഞ്ഞോ? പറഞ്ഞില്ല. വൈദാ ഖീല ലഹും തആലൂ ഇലാ മാ അൻസലല്ലാഹു വഇലാ റസൂലി അല്ലാഹ് അവതരിപ്പിച്ചതിലേക്കും റസൂലിലേക്കും അല്ലാഹ് അവതരിപ്പിച്ചതിലേക്ക്. മലയാള പ്രയോഗം ശ്രദ്ധിക്കണം. ലേക്ക് എന്നല്ല, അല്ലാഹ് അവതരിപ്പിച്ചതിലേക്കും. അപ്പൊ വേറൊന്നുകൂടി വരാണ്ട് റസൂലിലേക്കും വരൂ എന്നവരോട് പറയപ്പെട്ടാൽ എങ്ങനെ? അള്ളാന്റെ ഖുർആനിലേക്ക് വാ, റസൂലുള്ളാന്റെ വചനത്തിലേക്ക് വാ എന്ന് ആ നാട്ടുകാരോട് പറയപ്പെട്ടാൽ നിങ്ങൾ ചിന്തിക്കണം കേട്ടോ. പറയപ്പെട്ടാൽ അവരെന്ത് പറയും? അവര് പറയും ഹസ്ബുനാ മാ വജദ്നാ അലൈഹി ആബാഅനാ. ഞങ്ങളെ വാപ്പ, ഞങ്ങളെ വല്യപ്പ, ഞങ്ങളെ കാരണവന്മാര് അവരൊക്കെ ജീവിച്ച പോലെ മതി. ഓ, നിങ്ങളൊരു ഖുർആൻ തിരിയുന്നോല്, നിങ്ങളൊരു ഹദീസിന്റെ ആളുകള് എന്നവര് പറയും. ഇതാരെ പറ്റിയാ? ഇതേതായാലും ഞങ്ങളെ പറ്റിയല്ല. പിന്നെ ഇത് ആരെ പറ്റിയാ? ഏത്? ഖുർആനിലേക്ക് വരൂ, സുന്നത്തിലേക്ക് വരൂ എന്ന് പറയപ്പെട്ടാൽ അവർ പറയും, പിഴച്ചവർ പറയും എന്ത്? ഞങ്ങളൊക്കെ ബാപ്പ മുശ്രിക്ക. കഴിഞ്ഞ ദിവസം എന്റെ വാപ്പ ഈ സസിലിരിക്കുന്നു എങ്കിലും ഞാൻ ഒന്ന് പറയാ. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു സ്ഥലത്ത് പ്രസംഗിച്ചു, പള്ളിക്കണ്ടിയിൽ പ്രസംഗിച്ചപ്പോ ഓന്റെ ബാപ്പ പണ്ട് മുജാഹിദായിനു, ഓ സുന്നിയല്ലായിനു. ഞാനേ അത് കേട്ടിരുന്നേ പറയാൻ. ബാപ്പ അന്നും മുജാഹിദാ, അതുകൊണ്ടല്ലേ എനിക്ക് മുജാഹിദ് എന്ന് പേര് വെച്ച്. അന്നൊന്നും മുജാഹിദാ, ജീവിതത്തിലൊരിക്കലും ഖുറാഫി ആണ്ടി വന്നിട്ടില്ല. മനസ്സിലായോ? അന്നൊന്നും. അപ്പോ എന്റെ വാപ്പ മുജാഹിദായതുകൊണ്ടല്ല മുജാഹിദായത്, മറിച്ച് ഖുർആനും സുന്നത്തും പഠിപ്പിച്ച അതാണ് എന്നേ പഠിപ്പിച്ചിട്ടുള്ളൂ. അതിനനുസരിച്ച് ജീവിക്കുകയും ചെയ്തു. മനസ്സിലാവണുണ്ടോ? അപ്പൊ ഇവിടെ എന്റെ ബാപ്പ ആ ചോദ്യം വേണ്ട, അല്ലാഹ് പറഞ്ഞിട്ടില്ല. ഈ ചോദ്യം ലോകത്ത് ആദ്യമായിട്ട് ചോദിച്ച ഒരാളുണ്ട്, ഫിറൗന്. ഏത് ചോദ്യം? ഞങ്ങളൊക്കെ ബാപ്പയും ഒക്കെ നരകത്തിലാണ് ഞങ്ങൾ പറയുന്നത്. ആഹാ, ഏത്? മൂസാ നബി നല്ലോണം തൗഹീദ് പ്രസംഗിച്ച് ഫിറൗന്റെ കൊട്ടാരത്തില് പ്രസംഗിച്ചപ്പോ ഫിറൗന്റെ മനസ്സിലായി ഇതാ സത്യം. പിന്നെ ഫിറൗന് ജനങ്ങളെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയപ്പോ ഫിറൗന് തോന്നിയത് ഇവരൊക്കെ ഇപ്പൊ മൂസാ നബിന്റെ കൂടെ പോകുന്നു തോന്നിയപ്പോ മൂസാ നബി ചെയ്ത തന്ത്രം എന്തറിയോ? അത് അന്നത്തെ കാലത്ത് നമ്മളെ കൂട്ടത്തില് ചിലരും പയറ്റുന്ന തന്ത്രം. ഒരൊറ്റ ചോദ്യം. അങ്ങനാണെങ്കിൽ എങ്ങനെയാണെങ്കിൽ നീ മറുപടി ഇല്ല. തൗഹീദ് പറഞ്ഞപ്പോ മൂസാ നബിന്റെ മുമ്പിൽ ഫമൻ റബ്ബുക്കുമാ യാ മൂസാ എന്നാണ് ചോദിച്ചു. അതുപോലെ പിന്നെ നിന്റെ റബ്ബ് ആരാന്ന് ചോദിച്ചപ്പോ മൂസാ നബി പറഞ്ഞു റബ്ബു നല്ലദീ.
എല്ലാ ജീവജാലങ്ങളെയും സൃഷ്ടിച്ച് അതിന് മാർഗദർശനം നൽകുന്നവൻ. 20-ാം അധ്യായം 49-50 വചനങ്ങൾ. മറുപടിയോട് പറഞ്ഞു 26-ാം അധ്യായം 23-ാമത്തെ വചനം. റബ്ബുസ് സമാവാതി വൽ അർദ് വമാ ബൈനഹുമാ ഇൻ കുൻതും മുഖിനീൻ. ഈ മറുപടി ഇങ്ങോട്ട് കിട്ടിയപ്പോ, മൂസാ നബിയുടെ പ്രസംഗം ഇങ്ങോട്ട് കേട്ടപ്പോ, ഫിറൗന്റെ സദസ്സിലുള്ള മുസ്ലിങ്ങൾക്ക് ഇസ്ലാമായ കൊള്ളാൻ പോലെ മുഖത്ത് നോക്കിയപ്പോ ഫിറൗൻ ഇങ്ങനെ തോന്നി. ഫിറൗൻ ഉടനെ അടവ് മാറ്റി ചവിട്ടി. മൂസാ നബിന്റെ രക്ഷല്ല. ഒരൊറ്റ ചോദ്യ എന്തെന്നറിയോ? അങ്ങനാണെങ്കിൽ അല്ല മൂസ, ഞങ്ങളെ ബാപ്പേ അതിന്റെ അപ്പുറത്തുള്ളവരൊക്കെ കാഫിറും മുശ്രിക്കും എന്നാ ഈ പറയുന്നത്, ഓലെ പറ്റി എന്റെ അഭിപ്രായം എന്താ? വല്ലാത്തൊരു ചോദ്യം. ആ ചോദ്യം ആലപ്പുഴ ജില്ലയിലെ ആദിക്കാട്ടുകുളങ്ങരയിൽ ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സഖാഫി ഓടി സ്റ്റേജിൽ ഇങ്ങോട്ട് കയറി ഒരു 500 ആളെയും കൊണ്ട് ചോദ്യം ചോദിക്കാണ്ട്. ഞാൻ ചോദിച്ചു, അതിനെന്തിനാ എത്ര ആളുകൾ? നിങ്ങൾക്ക് ചോദിച്ചാൽ പോരെ? ചോദിക്കണോ? എവിടെ ചോദിക്കണോ? മൈക്ക് ചോദിക്കണോ? നല്ലോണം ചോദിക്കാൻ അറിയോന്ന് ചോദിച്ചു. അറിയാറ്. എന്നാ ചോദിച്ചു പറഞ്ഞു മൈക്കാട്ട് കൊടുത്തു. ചോദ്യം എന്താ നിങ്ങൾ? അതാ ഫിറൗൻ ചോദിച്ചേ. നിങ്ങൾക്ക് എങ്ങനെ ഫിറൗന്റെ മില്ലത്ത് കിട്ടി? മുഹമ്മദ് നബിന്റെ മില്ലത്തല്ലേ നമ്മൾ സ്വീകരിക്കേണ്ടത്? മൂസാ നബിന്റെ മില്ലത്തല്ലേ സ്വീകരിക്കേണ്ടത്? ഫിറൗന്റെ മില്ലത്താ? ഒറ്റ ചോദ്യം. ഇവിടെ നിങ്ങൾ പ്രസംഗിച്ചല്ലോ, അങ്ങനെയാണെങ്കിൽ കേട്ടോ, ഫിറൗൻ ഉപയോഗിച്ച അതേ കാര്യം. ആദിക്കാട്ടുകുളങ്ങരയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാന്മാർ ഹദ്ദാദ്, റാത്തീബ്, മൗലൂദ് എന്നിത്യാദി കഴിച്ചവരാണ്. അവർ മുശ്രിക്കുകളാണോ? ചോദ്യം. അതെന്തറിയോ? വിഷയം 1.5 മണിക്കൂറായിട്ട് ചെന്നപ്പോ നാട്ടുകാരൊക്കെ മുജാഹിദായി പോവോന്ന് ഉസ്താദുമാർക്കൊരു തോന്നല്. ഒരൊറ്റ ചോദ്യ. ഞാൻ അതിന് ക്ലിയർ ആയിട്ട് മറുപടി ആയിരുന്നു. മൂസാ നബിനോട് ഫിറൗനാണ് ആദ്യം ചോദിച്ചത്. മൂസാ നബി അതിന് നൽകിയ മറുപടി എനിക്ക് പറയാനുള്ളത് എന്ത്? കാല ഇൽമുഹാ ഇൻദ റബ്ബി ഫീ കിതാബിൻ. മൂസാ നബി പറയാ, അവരെ കുറിച്ചുള്ള അറിവിന്റെ റബ്ബിന്റെ കിതാബില. അള്ളാഹ് മറക്കയില്ല, അള്ളാഹ് കതിട്ട് വിട്ടുപോകുകയില്ല. അതോർത്ത് ബേജാറാണ്ട, അന്റെ കാര്യം നോക്ക്. ഇത് മരിച്ചുപോയ ബാപ്പാന്റെ ലിസ്റ്റ് എടുക്കണ്ട, എന്റെ കാര്യം നോക്ക്. തിൽക ഉമ്മത്തുൻ, അതൊരു കഴിഞ്ഞുപോയ ജനത. വലാ തുസ്അലൂന അമ്മാ കാനൂ യഅമലൂൻ. സൂറത്ത് ബഖറയിൽ എത്ര സ്ഥലത്താ അവർ പ്രവർത്തിച്ചതിനെ കുറിച്ച് നിന്നോട് ചോദിക്കൂല. ബാപ്പ ഏതായാലും കഴിഞ്ഞ്, ആലോചിച്ച് ബേജാറാവണ്ട, അന്റെ വിശ്വാസം എന്ത് നോക്ക്. യാ അയ്യുഹല്ലദീന ആമനൂ അലൈക്കും അൻഫുസക്കും ലാ യദുറുക്കും മൻ ദല്ല ഇദാ ഇഹ്തദൈതും. സൂറത്ത് മാഇദ 5-ാം അധ്യായം 105-ാമത്തെ വചനം. കണ്ടോ? സ്വന്തം നഫ്സിനെ കാത്തോ, മറ്റോലൊക്കെ എന്ത് ഇരുന്ന് നോക്കി എടുക്കണ്ട. ഓരത് കഴിഞ്ഞ് ഏതായാലും അതൊക്കെ അള്ളാന്റെ കിതാബിലുണ്ട്, ബേജാറാവണ്ട. അപ്പോ നമ്മൾ ഓരോ വിഷയങ്ങൾ പഠിക്കുകയായിരിക്കും. ഓരോ വിഷയങ്ങൾ പഠിക്കുകയാണ്. ഹബ്ബുർ റസൂൽ ഈ വിഷയത്തിൽ എന്താ പദത്തിന്റെ അർത്ഥം? ഇപ്പൊ നമ്മൾ സാധാരണ ഇവിടെ ഒക്കെ പറഞ്ഞു ഇത്തിബാഉർ റസൂൽ ഇവിടെ ചർച്ചയല്ല. ആർക്കെങ്കിലും പ്രിയപ്പെട്ട നബി പൂപ്പല ഫണ്ട് വെക്കണോ? പിന്നെ ഇഷ്കേ എല്ലാത്തിനും ഒരു ചരിവ. എന്താ അങ്ങനത്തെ ഇങ്ങനെ ഒരു ചരിവ്? ഇഷ്കേ ജമാഅത്തേ എന്താ ഒക്കെ എങ്ങനെ എന്താ ഇങ്ങനെ കാത്ത് ദീനി എങ്ങനെ നിൽക്കുന്നതാ? ഇതെന്താ ഒക്കെ ഇങ്ങനെ എല്ലാത്തിനും ഒരു ചരിവ്? ഇഷ്കേ മഹബ്ബത്തേ എന്താ അങ്ങനെ എല്ലാത്തിനും ഒരു ചരിവ്? നിങ്ങളെ ദീനി നിങ്ങളെ ആദർശത്തിന് ഉണ്ട് ചരിവ്. ഞങ്ങൾ അങ്ങനെ ഒക്കെ നേരെ, അതാണ് നേരെ നിർത്തുക അല്ലേ? മതം എന്ന് പറഞ്ഞാൽ നേരെ നിർത്തുക. ഇതിനൊക്കെ ഒരു ചരിവ. അതിന്റെ കാരണം എന്താ അറിയ നിങ്ങള്? ഈ നൂറേ മദീന, ഇഷ്കേ മദീന, ഇത് എവിടുന്ന് കിട്ടിയ? ഷിയാക്കളിൽ നിന്ന് കിട്ടിയതാ. ഷിയാ സൈറ്റ് പരിശോധിച്ച് നോക്ക്, ഇതൊക്കെ ഷിയാക്കളതാ. ആ ഷിയാക്കളിൽ നിന്ന് നേടിയതാണ് ഇതൊക്കെ, അല്ലാതെ വേറൊന്നും ഈ കയ്യിലില്ല. ഇനി നമ്മൾ ആലോചിച്ച് നോക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികൾ ഇഷ്കേ മദീന എന്നൊരു പ്രോഗ്രാം സംഘടിപ്പിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു കാലത്ത്? ഒരു കാലത്ത് സംഘടിപ്പിച്ചിട്ടില്ല. ഇല്ല. കാരണം വസ്തുത എന്താണ്? വസ്തുത പഠിക്കുക. അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കണം. അഭിപ്രായ ഭിന്നത ഉണ്ടായിരിക്കെങ്കിലും സ്നേഹം, നബീനെ സ്നേഹിക്കൽ സുന്നത്താണോ ഫർളാണോ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കൽ സുന്നത്താണോ ഫർളാണോ? ഫർളാണെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. നബീനെ സ്നേഹിക്കൽ നിർബന്ധമാണ്. ആരെക്കാളും? ബാപ്പാനേക്കാൾ, ഉമ്മാനേക്കാൾ, ഭാര്യമാരെക്കാൾ, മക്കളേക്കാൾ, കുടുംബക്കാരേക്കാൾ, നഷ്ടം സംഭവിക്കുമെന്ന് വിചാരിക്കുന്ന കച്ചവടത്തേക്കാൾ, കണ്ണിന് ആനന്ദം നൽകുന്ന ഭവനത്തേക്കാൾ. അല്ലേ? അങ്ങനെയല്ലേ അല്ല പറഞ്ഞത്? കേട്ടോ, ഇനി കുറച്ച് ആയത്തും കുറച്ച് ഹദീസും ഒക്കെ തുടർച്ചയായിട്ട് കേട്ടോളൂ. ദീനിലുള്ളത്, പ്രമാണത്തിലുള്ളത്. നേരത്തെ പറഞ്ഞ സ്ഥിരപ്പെട്ട ഹദീസ്, സ്ഥിരപ്പെടാത്തതല്ല, സ്ഥിരപ്പെട്ട ഹദീസ്, ആർക്കും തള്ളിക്കളയാനാവാത്ത ഹദീസുകൾ, ആയത്തുകൾ കേട്ടോളൂ. എന്താ? കുൽ ഇൻ കാന ആബാഉകും വഅബ്നാഉകും വഇഖ്വാനുകും വഅസ്വാജുകും വഅശീറതുകും. അല്ലാഹ് അങ്ങനെ പറയാൻ ഒക്കെ അങ്ങനെ നല്ല ഗൗരവത്തില് കൊണ്ടുപോയി ഠും ഠും എന്ന് പറഞ്ഞ് ഇടുന്ന പോലെ മനസ്സിലേക്ക് അല്ലാഹ് അങ്ങനെ ഇട്ട് തരികയാണ്. 9-ാം അധ്യായം ആയത്ത് നമ്പർ 1 തേടി ബുദ്ധിമുട്ടൂലങ്ങളെന്ന് കേട്ടോ. 9-ാം അധ്യായം 24-ാമത്തെ വചനം വ്യക്തമാണ്. കുൽ
കുൽ, നബിയെ പറയണം, നാട്ടുകാരോട് പറയണം, ജനങ്ങളോട് പറയണം. ഇനി ഇഷ്കെ റസൂലും ഇഷ്കെ മദീനയും ഒക്കെ നടത്തുന്ന